ഹായ്. അപ്പോഴേ എൻ്റെ കമ്മൽ കണ്ടോ, വെള്ളപ്പേളാണേ. അപ്പോൾ ഇതിൻ്റെ കറുത്ത പേളുകൊണ്ട്, കറുത്ത പേള് ഞാൻ നേരത്തെ കിട്ടിയിട്ടുണ്ട്. വെള്ളപ്പേളി ഞാൻ അവിടെ നിന്ന് പോകുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചിട്ട് വെച്ചാൽ മതി. ഞങ്ങൾ പോകാനില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു വെറൈറ്റിക്ക് എടുത്ത് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ കമ്മൽ ഇഷ്ടമായ എല്ലാവർക്കും. എൻ്റെ മൂക്കുത്തി എല്ലാവർക്കും ഇഷ്ടമായോ? നല്ല മൂക്കുത്തിയില്ലേ, പൂവാണേ. ഇലഞ്ഞിപ്പൂ ഉണ്ടല്ലോ, ഇലഞ്ഞിപ്പൂ, അതുകൊണ്ടത്തെ ആ സെയിം തന്നെ മേക്കാവ്, ഇലഞ്ഞിപ്പൂവിൻ്റെ ഷേപ്പാണ്. അപ്പോൾ ഞാൻ അത് പറയാനൊന്നുമല്ല വന്നത് കേട്ടോ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എൻ്റെ കൈകളിലൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് എൻ്റെ സെലക്ഷൻ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എടുത്തത്. ഇനി ഓപ്പൺ ചെയ്തല്ലേ അറിയാം നമ്മൾ ഇഷ്ടപ്പെട്ടത് തന്നെയാണോ നമ്മുടെ കൈകളിൽ എത്തിയത്. ചിലപ്പം നമുക്ക് ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് ഒന്ന് കൈ കിട്ടുമ്പോഴത്തെ അത് വേറെ ലെവലായിരിക്കും. അപ്പം അങ്ങനെയാണോ അല്ലയോ എന്നൊക്കെ അറിയാമല്ലോ. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പം അതിന് മുമ്പ് ഞാൻ ഇങ്ങനെ തന്നെ നിങ്ങളിത് കാണിക്കാൻ കണ്ടു. ഇതാണ് ഈ സാരി. അപ്പം കത്രിക അതിന് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിനൊക്കെ എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കണ്ട, ഇതാണ് സാരി. അപ്പൊ ഇത് സാരി വിത്ത് ബ്ലൗസ് ആട്ടോ. അപ്പൊ ഇതിന്റെ ഇത് ബ്ലൗസ് പീസ് ഞാൻ കാണിക്കാം. ബ്ലൗസ് പീസ് ഇതാ, കണ്ട, ചേരുന്നുണ്ടോ എനിക്ക് ഈ ബ്ലൗസ് പീസ്? ഇത് ബ്ലൗസ് ആക്കി കഴിഞ്ഞാൽ ചേരുവോ? ഇതാണ്. അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ സൈഡിൽ വന്നേക്കുന്നതും കേട്ടോ. സൈഡിൽ വന്നേക്കുന്നത് അത് തന്നെ കണ്ട. മുന്താണി ഇത് തന്നെ, മുന്താണിയും പോയേക്കുന്ന ഇത് തന്നെ. ഈ ഒരു ഭാഗമാണ് മുന്താണിയും പോയേക്കുന്നത്. നടുക്ക് മാത്രമേ ഉള്ളൂ ഈ ഇങ്ങനെ കളറോ. ഇഷ്ടമായോ? ഡ്രസ്സുണ്ട് ഇല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ബ്ലൗസ് പീസാണ്. ഒരു രക്ഷയില്ല. ഇനി ഇത് തയ്ച്ചെടുക്കുന്ന പോലെ ഇരിക്കും കുറച്ചുകൂടെ ഭംഗി വരുന്നത്. നല്ല തയ്യക്കാരുടെ കയ്യിൽ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ എത്ര നല്ല തുണിയായാലും നാശകോടാലിയാക്കി കിട്ടും. നല്ല ബ്ലൗസൊക്കെ തയ്ക്കാൻ അറിയാവുന്നവരുടെ കയ്യിലാണെങ്കിൽ അടിപൊളിയായിട്ട് അവർ തയ്ച്ചു തരും. അത് ഏത് പന്നത്തുണിയായാലും അവർ അടിപൊളിയായിട്ട് തയ്ച്ചു തരും. ആ തയ്യലിൽ തന്നെ നമുക്കിടുമ്പം ആ തുണി പന്നലായാലും തയ്യലിൽ തന്നെ നമുക്കത് നല്ല അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് തോന്നും. ചിലത് എത്ര നല്ല തുണി കൊണ്ട് കൊടുത്താലും ഓരോരുത്തർ നശിപ്പിച്ചായിരിക്കും തയ്ക്കുന്നത്. അത് നമ്മൾ എങ്ങനെ ഇട്ടാലും നാശപാടാലിയാവും. അപ്പം ഇതാണ് ബ്ലൗസ് പീസ്, ഇതാണ് സാരി. അപ്പോഴേതോ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു സന്തോഷം. എനിക്ക് സാരി ഇല്ല കേട്ടോ. പണ്ടൊക്കെ സാരി ഉടുക്കുമായിരുന്നു. ഇപ്പം പിന്നെ സാരി ഒന്നും ഉടുക്കില്ല. അപ്പോൾ കുറച്ച് സാരിയൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ പോയി സാരി വാങ്ങി നോക്കിയതാണ്, കൊള്ളാവോ ഇല്ലെന്ന്. അപ്പോൾ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഇനി ഞാൻ തയ്ച്ച് ഈ ബ്ലൗസൊക്കെ ഇട്ട് നല്ല അടിപൊളി ഫോട്ടോ എടുത്ത് ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് കാണിക്കാം. അപ്പോഴും വന്ന് ഓരോരുത്തർ വന്ന് ഓരോ കുറ്റങ്ങൾ പറയണം കേട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നത്. എല്ലാവർക്കും എൻ്റെ സാരി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സാരി ഇപ്പം തന്നെ ഞാൻ കുളമാക്കി ചുരുട്ടിക്കുട്ടി. അപ്പോൾ എനിക്ക് ഈ സാരി ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കേ.